carry out overhauling of crankshaft by referring the surface manual for clearance and other parameters. ഹലോ, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ എല്ലാവരും ആവേശഭരിതരാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എഞ്ചിനുകളുടെ ഓവർഹോളിങ്ങിൽ എഞ്ചിൻ കോമ്പണന്റുകളുടെ ഡിസ്മാൻറ്റിൽ, ഇൻസ്പെക്ഷൻ, റീഅസംബിൾ എന്നിവ ഉൾപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് എങ്ങനെ റിമൂവ് ചെയ്യാം, ഷെൽ ബെയറിങ്ങുകൾ, ക്രാങ്ക് ഷാഫ്റ്റ് എന്നിവയുടെ പരിശോധന എന്നിവയെക്കുറിച്ച് പഠിക്കാൻ പോകുന്നു. കൂടാതെ എഞ്ചിൻ ഭാഗങ്ങൾ എങ്ങനെ വീണ്ടും റീഅസംബിൾ ചെയ്യാമെന്നും അതിൻ്റെ പ്രവർത്തനം പരിശോധിക്കാമെന്നും നോക്കാം. ഈ ഡെമോൺസ്ട്രേഷന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് പിസ്റ്റൺ അസംബ്ലിയും ക്രാങ്ക്ഷാഫ്റ്റും റിമൂവ് ചെയ്യുക, മെയിൻ റോഡ് ബെയറിംഗുകളും കണക്റ്റിംഗ് റോഡ് ബെയറിംഗുകളും അളക്കുക, ക്രാങ്ക്ഷാഫ്റ്റ് വീണ്ടും റീഅസെമ്പിൾ ചെയ്യുക, പിസ്റ്റൺ അസംബ്ലി റീഅസെമ്പിൾ ചെയ്യുക, ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെന്റുകളും, കംപ്ലീറ്റ് ഹാൻഡ് ടൂൾ കിറ്റ്, ടോർക്ക് റെഞ്ച്, ഇൻസൈഡ് മൈക്രോമീറ്ററും ഔട്ട്സൈഡ് മൈക്രോമീറ്ററും, ഡയൽ ഇൻഡിക്കേറ്റർ, പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡറും കംപ്രസറും, പ്രൈ ബാർ, ആവശ്യമായ എക്വിപ്മെന്റുകളും സ്പെയറുകളും, എഞ്ചിൻ ബ്ലോക്ക് അസംബ്ലി, വർക്ക് ടേബിൾ, ക്രാങ്ക്ഷാഫ്റ്റിനും കണക്റ്റിംഗ് റോഡിനുമുള്ള പുതിയ ബെയറിംഗുകൾ, ആവശ്യമുള്ള മെറ്റീരിയലുകൾ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ബനിയൻ വേസ്റ്റ്. ഈ എക്സസൈസ് ചെയ്യുന്നതിന് ക്രാങ്ക്ഷാഫ്റ്റുള്ള 4 സിലിണ്ടർ എഞ്ചിൻ ബ്ലോക്ക് ആവശ്യമാണ്. വർക്ക് ടേബിളിൽ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഉപയോഗിച്ച് സിലിണ്ടർ ബ്ലോക്ക് പ്ലേസ് ചെയ്യുക. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫേസ് മുകളിലേക്കാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പാക്കുക. എല്ലാ പ്രധാന ബെയറിംഗുകളും അക്കമിട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് മെയിൻ ബെയറിംഗ് ക്യാപ്പുകൾ അടയാളപ്പെടുത്തുക. അങ്ങനെ അവ അതേ പൊസിഷനിലേക്കും ഡയറക്ഷനിലേക്കും വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. തുടർന്ന് മാനുഫാക്ചർ നൽകുന്ന ക്രമം അനുസരിച്ച് മെയിൻ ബെയറിംഗ് ക്യാപ്പ് ബോൾട്ടുകൾ അഴിക്കുക. റഫർ 1. അസംബ്ലിയിൽ നിന്ന് മെയിൻ ബെയറിംഗ് ക്യാപ്പ് ഉയർത്താൻ ശ്രമിക്കുക. വൈബ്രേഷൻ ഡാംപർ ഭാഗത്ത് നിന്ന് ബെയറിംഗ് ക്യാപ്പ് നീക്കം ചെയ്യുക. ഒരു ട്രേയിൽ തുടർച്ചയായി ക്യാപ്പുകൾ വയ്ക്കുക. ചിലപ്പോൾ കൈകൊണ്ട് നീക്കം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ബോൾട്ടുകൾ പകുതി വരെ ഇൻസേർട്ട് ചെയ്യുക. ഈ 2 ബോൾട്ടുകളും നിങ്ങളുടെ കൈകൊണ്ട് പിടിക്കുക. ബോൾട്ടുകൾ കുലുക്കിക്കൊണ്ട് ക്യാപ്പ് ഉയർത്തുക. എഞ്ചിൻ ബ്ലോക്കിൽ നിന്ന് ക്രാങ്ക്ഷാഫ്റ്റ് നീക്കം ചെയ്യുക. അടുത്തതായി ബെയറിംഗ് ക്യാപ്പിൽ നിന്ന് ലോവർ ബെയറിംഗ് ഷെൽ നീക്കം ചെയ്യുക. അപ്പർ ത്രസ്റ്റ് ബെയറിംഗുകൾ നീക്കം ചെയ്യുക. ക്രാങ്ക് കേസിൽ നിന്ന് അപ്പർ ബെയറിംഗ് ഷെല്ലുകൾ നീക്കം ചെയ്യുക. ഓയിൽ ഗാലറി നന്നായി വൃത്തിയാക്കുക. ശരിയായ പുതിയ ബെയറിംഗ് ഷെൽ തിരഞ്ഞെടുക്കുക. പുതിയ ബെയറിംഗ് ഷെല്ലുകൾ ഓയിൽ അപ്ലൈ ചെയ്ത് ക്രാങ്ക് കേസിലേക്കും ക്രാങ്ക്ഷാഫ്റ്റ് ബെയറിംഗ് ക്യാപ്പുകളിലേക്കും ഇൻസേർട്ട് ചെയ്യുക. ബെയറിംഗ് ഷെൽ ജോയിന്റ് ചെയ്യുമ്പോൾ ബെയറിംഗ് ലിപ്പ് ബെയറിംഗ് ലോക്കുമായി മാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ബ്ലോക്കിലെ ഓയിൽ ഹോൾ ഷെല്ലിലെ ഓയിൽ ഹോളുമായി മാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ശ്രദ്ധിക്കുക, മുകളിലും താഴെയുമുള്ള ക്രാങ്ക്ഷാഫ്റ്റ് ബെയറിംഗ് ഷെല്ലുകൾ ഇടകലർത്തരുത്. ക്രാങ്ക്ഷാഫ്റ്റ് ഇല്ലാതെ എഞ്ചിൻ ബ്ലോക്കിൽ ബെയറിംഗ് ക്യാപ്സ് ഇൻസ്റ്റാൾ ചെയ്യുക. ബോൾട്ടുകൾ ഇൻസേർട്ട് ചെയ്ത് കൈകൊണ്ട് മുറുക്കുക. സർവീസ് മാനുവൽ അനുസരിച്ച് ടോർക്ക് റെഞ്ചിൽ ശരിയായ ടോർക്ക് സെറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് 4 സിലിണ്ടർ എഞ്ചിനുകൾക്ക് 55 ന്യൂട്ടൺ മീറ്ററാണ് ശരിയായ ടൈറ്റനിങ് ടോർക്ക്. ശരിയായ ടോർക്ക് ഉപയോഗിച്ച് ബോൾട്ടുകൾ മുറുക്കുക. ഡയൽ ഗേജ് 00 ഉപയോഗിച്ച് ക്രാങ്ക്ഷാഫ്റ്റ് ബെയറിംഗ് ഡയമീറ്ററും 3 പോയിന്റിൽ ഉള്ള എ, ബി, സി എക്സ്റ്റൻഷൻ മെഷറും അളക്കുക. കൂടാതെ ബിയുടെയും സിയുടെയും ആവറേജ് വാല്യൂ എയുടെ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ, ബിയുടെയും സിയുടെയും ആവറേജ് വാല്യൂ മീൻ വാല്യൂവും എങ്കിൽ എയുടെ വാല്യൂവിനേക്കാൾ കൂടുതൽ ആണെങ്കിൽ എയുടെ വാല്യൂ മീൻ വാല്യൂ ആണ്. ജേണൽ ഡയമീറ്ററുള്ള ക്രാങ്ക്ഷാഫ്റ്റ് അളക്കുക. ശ്രദ്ധിക്കുക, ഐ, പി എന്നിവയിൽ അളക്കുമ്പോൾ റണ്ണൌട്ട് 0.010 മില്ലിമീറ്ററിൽ കൂടരുത്. ക്രാങ്ക്ഷാഫ്റ്റിന്റെ റേഡിയൽ ക്ലിയറൻസ് അളക്കുക. ക്ലിയറൻസ് G 0.027 0.051 മില്ലിമീറ്റർ.
ശ്രദ്ധിക്കുക, ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗിന്റെ ഫൈനൽ റേഡിയൽ ക്ലിയറൻസ് ഫിഗറുകൾ സർവീസ് മാനുവലുമായി താരതമ്യം ചെയ്യുക. ഉദാഹരണം, മെഷേർഡ് വാല്യൂ 57.700 മില്ലിമീറ്റർ, മെഷേർഡ് വാല്യൂ 57.659 മില്ലിമീറ്റർ, ക്ലിയറൻസ് 0.041 മില്ലിമീറ്റർ. ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗ് ക്യാപ്പ് നീക്കം ചെയ്യുക. ത്രസ്റ്റ് ബെയറിംഗ് ജേണലിന്റെ വിഡ്ത് അളക്കുകയും ശരിയായ ത്രസ്റ്റ് ബെയറിംഗുകൾ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ശ്രദ്ധിക്കുക, ത്രസ്റ്റ് വാഷറുകളുടെ അതേ തിക്നെസ് ത്രസ്റ്റ് ബെയറിംഗിന്റെ ഇരുവശത്തും ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പർ ത്രസ്റ്റ് ബെയറിംഗ് ഓയിൽ അപ്ലൈ ചെയ്ത് ഓയിൽ ഗ്രൂവുകൾ ക്രാങ്ക് വെബുകൾക്ക് ആറോ അഭിമുഖമായി വരുന്ന വിധത്തിൽ ക്രാങ്ക് കേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ലോവർ ത്രസ്റ്റ് ബെയറിംഗ് ഓയിൽ അപ്ലൈ ചെയ്ത് ഓൺ ഗ്രൂവുകൾ ക്രാങ്ക് വെബുകൾക്ക് ആറോ അഭിമുഖമായി വരുന്ന വിധത്തിൽ ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗ് ക്യാപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, റീറ്റെയിനിംഗ് ലഗുകൾ ഗ്രൂവുകളിൽ പൊസിഷൻ ചെയ്തിരിക്കണം. ശ്രദ്ധിക്കുക, ബോൾട്ടുകളുടെ മാക്സിമം ലെങ്ത് എൽ റെഫർ ചെയ്ത വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ അവ റീപ്ലേസ് ചെയ്യുക. പുതിയ ക്രാങ്ക് ഷാഫ്റ്റിൽ എഞ്ചിൻ ഓയിൽ അപ്ലൈ ചെയ്യുകയും ക്രാങ്ക് കേസിൽ വയ്ക്കുകയും ചെയ്യുക. മാർക്കിംഗ് അനുസരിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗ് ക്യാപ്സ് ഇൻസ്റ്റാൾ ചെയ്യുകയും ബോൾട്ടുകൾ മുറുക്കുകയും ചെയ്യുക. ടൈറ്റനിംഗ് ടോർക്കിനനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. ഉദാഹരണത്തിന് 55 ന്യൂട്ടൺ മീറ്റർ, 41 ടോർക്ക്. എല്ലാ ബെയറിംഗ് ക്യാപ്പുകളും ത്രസ്റ്റ് വാഷറുകളും ഇൻസ്റ്റാൾ ചെയ്യുക. എല്ലാ ബെയറിംഗുകളും ശരിയായ ടോർക്കും മാനുഫാക്ചർ നൽകുന്ന ക്രമത്തിനനുസരിച്ച് ടൈറ്റ് ചെയ്യുക. ഓരോ ബെയറിംഗ് ക്യാപ്പും മുറുക്കിയ ശേഷം ക്രാങ്ക് ഷാഫ്റ്റ് കൈകൊണ്ട് തിരിക്കുക. അത് സ്വതന്ത്രമായി കറങ്ങുന്നുവെന്ന് ഉറപ്പാക്കുക. ക്രാങ്ക് ഷാഫ്റ്റ് പിന്നിലേക്കും മുന്നോട്ടും നീക്കാൻ സോഫ്റ്റ് ഹാമറും പ്രൈ ബാർ സ്ക്രൂവും ഉപയോഗിക്കുക. അല്ലെങ്കിൽ ബെയറിംഗിൽ പ്രശ്നമുണ്ടാകുകയും അത് മറ്റൊന്ന് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുകയും ചെയ്യുക. ക്രാങ്ക് ഷാഫ്റ്റിന്റെ എൻഡ് പ്ലേ പരിശോധിച്ച് പ്ലേ ശരിയാണെന്ന് ഉറപ്പിക്കുക. ക്രാങ്ക് ഷാഫ്റ്റ് ആക്സിയൽ ക്ലിയറൻസ് അല്ലെങ്കിൽ ത്രസ്റ്റ് ക്ലിയറൻസ് ഉള്ള ഡയൽ ഗേജും ഡയൽ ഗേജ് ഹോൾഡറും മെഷർ ചെയ്യുക. ക്ലിയറൻസ് 0.100 മുതൽ 0.245 മില്ലിമീറ്റർ ആയിരിക്കണം. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ത്രസ്റ്റ് ക്ലിയറൻസ് ഫിഗർ സർവീസ് മാനുവലുമായി താരതമ്യം ചെയ്യുക. ത്രസ്റ്റ് വാഷറുകളുടെ അതേ തിക്നെസ് ത്രസ്റ്റ് ബെയറിംഗിന്റെ ഇരുവശത്തും ഇൻസ്റ്റാൾ ചെയ്യണം. ക്ലിയറൻസ് നിലവാരമില്ലാത്തതാണെങ്കിൽ ത്രസ്റ്റ് വാഷറുകൾ മാറ്റി ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗിന്റെ ആക്സിയൽ ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. കണക്റ്റിംഗ് റോഡിലേക്ക് പുതിയ കണക്റ്റിംഗ് റോഡ് ബെയറിംഗ് ഷെല്ലുകളും കണക്റ്റിംഗ് റോഡ് ബെയറിംഗ് ഷെല്ലുകളും ഇൻസേർട്ട് ചെയ്യുക. ശരിയായ ടോർക്ക് ഉപയോഗിച്ച് അത് മുറുക്കുക. ടോർക്ക് 55 ന്യൂട്ടൺ മീറ്റർ ടൈറ്റ് ചെയ്യുന്നതിനുള്ള ഇൻസ്റ്റാളേഷൻ നോട്ടീസ് മാനുവൽ പരിശോധിക്കുക. കണക്റ്റിംഗ് റോഡ് ബെയറിംഗിന്റെ ഇന്നർ ഡയമീറ്റർ അളക്കുക. മെഷർ ചെയ്ത കണക്റ്റിംഗ് റോഡ് ബെയറിംഗ് ജേണൽ ഡയമീറ്റർ റെഫർ ചെയ്യുക. ശ്രദ്ധിക്കുക, സർവീസ് മാനുവലിൽ ജേണൽ ഡയമീറ്ററുള്ള ക്രാങ്ക് ഷാഫ്റ്റിന്റെ മെഷർമെന്റ് നോക്കുക. കണക്റ്റിംഗ് റോഡ് ബെയറിംഗിന്റെ റേഡിയൽ ക്ലിയറൻസ് എൽ അളക്കുക. ഉദാഹരണം, മെഷേർഡ് വാല്യൂ 47.700 മില്ലിമീറ്റർ, മെഷേർഡ് വാല്യൂ 47.653 മില്ലിമീറ്റർ, ക്ലിയറൻസ് 0.047 മില്ലിമീറ്റർ, റേഡിയൽ ക്ലിയറൻസ് 0.0260.068 മില്ലിമീറ്റർ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കണക്റ്റിംഗ് റോഡ് ബെയറിംഗിന്റെ റേഡിയൽ ക്ലിയറൻസ് സർവീസ് മാനുവലുമായി താരതമ്യം ചെയ്യുക. ശ്രദ്ധിക്കുക, ക്ലിയറൻസ് നിലവാരമില്ലാത്തതാണെങ്കിൽ കണക്റ്റിംഗ് റോഡ് ബെയറിംഗ് ഷെല്ലുകൾ മാറ്റി കണക്റ്റിംഗ് റോഡ് ബെയറിംഗിന്റെ റേഡിയൽ ക്ലിയറൻസുകൾ അഡ്ജസ്റ്റ് ചെയ്യുക. കണക്റ്റിംഗ് റോഡ് ബെയറിംഗ് ക്യാപ്പ് നീക്കം ചെയ്യുക. പിസ്റ്റണും കണക്റ്റിംഗ് റോഡും ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്നതിനു മുമ്പ് സിലിണ്ടറിലും പിസ്റ്റണിലും ഓയിൽ അപ്ലൈ ചെയ്യുക. പിസ്റ്റൺ ശരിയാക്കാൻ പിസ്റ്റൺ റിംഗ് കംപ്രസർ ഉപയോഗിക്കുക. കണക്റ്റിംഗ് റോഡ് ബെയറിംഗ് ക്യാപ്പ് കൃത്യമായ ക്രമത്തിൽ ഇൻസേർട്ട് ചെയ്യുകയും ടൈറ്റ് ചെയ്യുകയും ചെയ്യുക. ഓരോ പിസ്റ്റണും ഇൻസ്റ്റാൾ ചെയ്ത് റോഡ് ക്യാപ്പ് കണക്ട് ചെയ്ത ശേഷം ക്രാങ്ക് ഷാഫ്റ്റ് സ്വതന്ത്രമായി കറങ്ങുന്നുവെന്ന് ഉറപ്പാക്കുക.
നമ്മൾ ഈ പാഠത്തിന്റെ അവസാനത്ത് എത്തി നിൽക്കുന്നു. നമ്മൾ പഠിച്ചതിന്റെ ഒരു പുനരാവിഷ്കാരം നടത്താം. നമ്മൾ പഠിച്ചത് പിസ്റ്റൺ അസംബ്ലിയും ക്രാങ്ക് ഷാഫ്റ്റും റിമൂവ് ചെയ്യുക, മെയിൻ റോഡ് ബെയറിങ്ങുകൾ കണക്റ്റിംഗ് റോഡ് ബെയറിങ്ങുകൾ അടക്കുക, ക്രാങ്ക് ഷാഫ്റ്റ് റീഅസംബിൾ ചെയ്യുക, പിസ്റ്റൺ അസംബ്ലി റീഅസംബിൾ ചെയ്യുക. അതിനാൽ ക്ലിയറൻസും മറ്റും പാരാമീറ്ററുകൾക്കുമായി സർവീസ് മാനുവൽ റെഫർ ചെയ്തുകൊണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് ഓവർഹോൾ ചെയ്യാൻ ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ചു. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.